നമ്മുടെ അഭിനയിക്കാൻ പോകുമ്പോ ഗോപികുമാർ സാറാണ് ഡയറക്ടർ. പി ഗോപികുമാർ. അപ്പൊ സൈനുവിന്റെ അടുത്ത് പറഞ്ഞാണ്. അപ്പൊ ഒരു ബൈക്കിൽ രണ്ടുപേരും വന്ന ഷോട്ടാണ്. അപ്പൊ ഗോപികുമാർ ചോദിച്ച്, സൈനുവിന് ബൈക്കൊക്കെ ഓടിക്കാൻ അറിയാലോ? ഇല്ലല്ല, പുറയിലിരിക്കാൻ അറിയാന്ന്. ശരിക്കും ഓടിക്കാൻ അറിയില്ല അവന്. മൈഡിയർ കുട്ടിച്ചാത്തൻ വന്നതിനകത്തുണ്ട്. ചാണക്യനിലുണ്ടോ? പിന്നെ ചാണക്യനിലുണ്ട്. രാജകുമാറിന്റെ അവൻ വലിയ വേഷം ഹീറോസിലൊന്നായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ മിമിക്സ് പരേഡിലാണ്. 6 ഹീറോസാണ്. അപ്പോൾ ഞാൻ ഡെന്നിച്ചായനെ, കല്ലൂർ ഡെന്നിസിനെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയി. മാതാ ടൂറിസ്റ്റ് ഹോമിലാണ് ഡെന്നിച്ചായൻ സിനിമ എഴുതുന്നത്. സിനിമ ജനിക്കുന്നത് അന്നത്തെ കാലത്ത് മാതാ ടൂറിസ്റ്റ് ഹോമിലാണ്. അവിടെയാണ് എല്ലാവരും സിനിമാക്കാർ മുഴുവനും. ഡെന്നിച്ചായനാണ് അതിൻ്റെ മെയിൻ ആൾ. അങ്ങനെ ഡെന്നിച്ചായനെ കൊണ്ട് പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞത് നമ്മൾ നിസാം എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ഞാൻ പറഞ്ഞ സൈനുദ്ദീനെ പരിചയപ്പെടുത്തുന്നതിന് തലേ ദിവസം ഞാൻ പറഞ്ഞു, ഈ ക്യാരക്ടർ ഞാൻ എഴുതിയത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടാണ്. മുനിസിപ്പാലിറ്റിയിലുള്ള കോമഡി പുള്ളി നല്ല കോമഡി വഴങ്ങുന്ന ആളാണ്, ഇങ്ങനെ പറയുന്ന ആളാണ്, മറ്റേ കറക്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടേ ഒന്ന് കാണിട്ടാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡെന്നിച്ച ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് ഇയാൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സൈനുദ്ദീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ പോകുമ്പോൾ നീ കൗണ്ടറൊന്നും പറയരുതട്ടാ. ഡെന്നിച്ചായനോ വേറെ ഷാജി കൈലാസൊക്കെ വരാറുണ്ട്, അവരൊക്കെ വല്ലതും പറഞ്ഞാൽ കൗണ്ടറൊന്നും പറയരുത്, കാരണം റോള് തെറിക്കൂല്ലേ. അങ്ങനെ അവൻ വീർപ്പൂട്ടിയൊക്കെ അവിടെ നിൽപ്പുണ്ടായി. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, എടാ ഉറപ്പാണല്ലോ, അപ്പം നീ ഔട്ടാണ് കേട്ടാന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് മിമിക്സ് പരേഡിൽ ആദ്യമായിട്ട് വലിയ വേഷം ചെയ്തു വരുന്നത്. ആലഞ്ചേരി തമ്പ്രാക്കളിലാണോ ഒരു സുരേഷ് ഏട്ടൻ അനുകരിച്ചുകൊണ്ടിരുന്ന ക്യാരക്ടർ? സുനിലിന്റെ സിനിമയിലല്ലേ? സുരേഷ് ഗോപി ആയിട്ട് വന്നിട്ട് കുറെ ഡയലോഗ് പറഞ്ഞിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വന്നിട്ട് ഒരു എവിടുന്നോ വന്ന് കുറെ ഡയലോഗ് പറഞ്ഞിട്ട്, എനിക്ക് ആലഞ്ചേരി തമ്പ്രാക്കളാണ് എന്റെ ഓർമ്മ. അതില് നടന്ന് തിരിച്ചു സ്ലോ മോഷൻ ഒക്കെ കൊടുത്തേക്കാണ്. സുരേഷ് ഏട്ടൻ അന്ന് കൊടുക്കുന്ന പോലത്തെ കുറെ ഡയലോഗ് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു തേങ്ങമേല് കാല് തട്ടിയിട്ട് അവിടെ നിന്നിട്ട് തേങ്ങ പറയുന്ന പോലെ പറഞ്ഞിട്ട് പോകണ്ട്. ഒരിക്കലും ഈ പ്രിയദർശൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ പുതിയ ഒരാളിനെ വെച്ചൊരു പടം എടുക്കാൻ പോവാണ്. അത് മുത്തശ്ശി കഥ എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ മിമിക്രിയിലൊരു പയ്യനുണ്ട്, നന്നായിരിക്കുന്നുണ്ട്. നീ ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ MG ശിവകുമാറിൻ്റെ വീട്ടിൽ പോയി അവൻ്റെ VHS കാസറ്റ് ഉണ്ടെന്ന് കണ്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോകുമ്പോൾ ഇവരൊക്കെ ഉള്ള ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഈ നിൽക്കുന്ന മെലിഞ്ഞ പയ്യനെയാണ് ഹീറോ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ് MG ശിവകുമാർ. ഞാനാണ് പ്രിയനെ റെക്കമെൻഡ് ചെയ്യുന്നത്, ജയറാം. അപ്പോഴത്തേക്കും അവിടെ മറ്റേ ട്രിവാൻഡ്രത്ത് വേറെ സുഹൃത്തോടെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ഇതാണ് പ്രിയൻ അതിന് വേണ്ടി ശ്രീകുട്ടം സജസ്റ്റ് ചെയ്യുന്നത്, ഇയാളാണ് ഹീറോ ആയിട്ട് ഇപ്പം പടം ഉടനെ തുടങ്ങാൻ പോകണം. അപ്പോൾ വന്ന ആൾ പറഞ്ഞു, എവിടെ അയാൾ അഭിനയിക്കാൻ പറഞ്ഞത്? അയാൾ ഇന്നലെ ഷൂട്ടിംഗ് തുടങ്ങി പത്മരാജൻ്റെ പടത്തിൽ ഡബിൾ റോൾ. അവരുണ്ടാവും മൂന്നാമൊക്കെ അവരൻ. അപ്പോഴത്തേക്കും ശ്രീകുട്ടം പറയുകയും ചെയ്ത്, ഒരാളുടെ സമയമായെന്നുള്ളതിന്റെ തെളിവാണ് സിനിമയിൽ വരുന്നത്. ഒരാൾ വിളിക്കുന്ന അതിനിടയ്ക്ക് ഏതാ മുത്തശ്ശി കഥയിൽ അഭിനയിച്ചത് വിനീത്, ഗണേഷ് കുമാർ, നിരോഷ, അതായത് രാധികയുടെ അനിയത്തി, അവരൊക്കെയാണ് ചെയ്തത്. അദ്ദേഹം 1 മുതൽ 0 വരെ എന്ന് പറയുന്ന സിനിമയുടെ സഹസംവിധായകനായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്ന ആളുകൾക്ക് എപ്പോഴും പടം ചെയ്യുക എന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ആളുകളുടെ ആഗ്രഹം. പക്ഷെ ദിലീപേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയതേ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ ഈ സൈനുക്ക് അങ്ങനെ പോകുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അഭിനയമാണോ ഡയറക്ഷൻ ആണോ ഒരു പ്രധാന ഉദ്ദേശം എന്നുള്ളത്? അഭിനയമാണ്. ഈ പറഞ്ഞ പോലെ അഭിനയം കിട്ടാൻ വേണ്ടി അവൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയതാ. രാജീവ് കുമാർ ഉള്ളത് കൊണ്ട് ഒരു എൻട്രി കിട്ടിയതാ. രാജീവ് കുമാർ ഞങ്ങളുടെ കാലത്ത് ഉള്ള ഒരു മിമിക്ക, മിമിക്സ് ട്രൂപ്പ് ഉണ്ടല്ലോ, സൂപ്പർ മിമിക്സ് ട്രൂപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ കാറ്റേ എന്നുള്ള പാട്ട് പാടിയ ബാലചന്ദ്രൻ അവരൊരു ടീമാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാല് പുള്ളിക്ക് ഒരു ട്രൂപ്പ് ഉണ്ട് അവിടെ. ആ സമയത്താണ് കലാഭവൻ തുടങ്ങുന്നത് മിമിക്സ് പീരീഡ്. അപ്പോൾ പുള്ളി മറ്റാരും ചെയ്യാത്തൊരു കാര്യം ചെയ്തത്, നമ്മുടെ ട്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം പുള്ളിയുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് ബുക്ക് ചെയ്ത് പുള്ളി നടത്തി. കലാഭവന്റെ പ്രോഗ്രാം അവിടെ സെനറ്റ് ഹാളിൽ ബുക്ക് ചെയ്ത് നടത്തി. രാജീവ് കുമാർ ആരും ചെയ്യില്ല അങ്ങനെ. അപ്പം ഞാൻ MG റോഡിൽ കൂടെ പോയപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു പുതിയ ട്രൂപ്പ് തുടങ്ങുന്നുണ്ട്. പുള്ളി പത്മ ജംഗ്ഷൻ്റെ അവിടെ നിൽക്കുക, സൈക്കിളിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു ഏതാ ട്രൂപ്പ്? ഞാൻ പറഞ്ഞു പോസ്റ്റർ കണ്ടില്ല ഇവിടെയൊക്കെ. പറഞ്ഞില്ല കണ്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ടിലോട്ട് കയറി ഞാൻ സൈക്കിൾ ചവിട്ടി ഷേണാസിൻ്റെ അടുത്ത് എത്തിയപ്പം ഞാൻ പറഞ്ഞു ഇവിടെ എവിടെ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ തലേദിവസം വന്ന് ഒട്ടിക്കുന്നതൊക്കെ ചേട്ടനാണ് നടത്തുന്നത്. അപ്പോൾ കാണിച്ചു കൊടുത്താൽ ഞാൻ ഈ പരിപാടി ബുക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെങ്ങനെ ബുക്ക് ചെയ്യണം, നമുക്കൊരു ട്രൂപ്പുണ്ട്, പുള്ളിക്കൊരു ട്രൂപ്പുണ്ട്, ആകെ 2 ട്രൂപ്പേ ഉള്ളൂ ഇവിടെ. പക്ഷെ പുള്ളി ആ വാക്ക് പാലിച്ചു. ഒരു 2 മാസം കഴിഞ്ഞപ്പം ആ പരിപാടി നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. രാജീവ് കുമാർ സെനറ്റ് ഹാളില്
നിസ്സാര ഓഡിറ്റോറിയത്തിലല്ല, സെനറ്റ് ഹാളില് ഏറ്റവും നല്ല ഗംഭീരമായിട്ട് മിമിക്സ് പീരീഡ് പുള്ളി നടത്തി. ഭയങ്കര പരിപാടി. പുള്ളിക്ക് ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അതിൽ നിന്നുള്ള പരിചയത്തിൽ നിന്നാണ് സൈനിക്കാനെ ഈ പറഞ്ഞ 1 മുതൽ ഈ connection. 0 വരെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കൊണ്ടുവന്നത്. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഡയറക്ഷൻ പരിപാടികളിലോട്ടുള്ള ആഗ്രഹങ്ങളല്ല. അല്ല അൻസാർക്ക് മാത്രമേ അന്ന് ആ കൂട്ടത്തിൽ ഈ പരിപാടി അതെ, എഴുതാൻ അഭിനയമാണ്. അഭിനയമായിരുന്നു എനിക്ക്. ഞാൻ പോക്കോയിൽ അഭിനയിച്ചിട്ടാണ് സിനിമയിൽ ആദ്യമായിട്ട് വരുന്നത്. പിന്നെ പതുക്കെ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ മാഗസീനിലും ലൈബ്രറി, മൗലാന ആസാദ് ലൈബ്രറി, നമ്മുടെ ലൈബ്രറി ഉണ്ടായിരുന്നു കൊച്ചിയിൽ. കൈയെഴുത്ത് മാസികയും അതിലൊക്കെ എഴുതുകയും അങ്ങനെ എഴുത്ത് താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ക്രമേണ ഈ മിമിക്സ് പരേഡ് എന്നുള്ള കഥ ആദ്യമായിട്ട് എഴുതുന്നത്. ഞാൻ ഈ അൻസാർ കഥ എഴുതിയപ്പോഴേ നമ്മുടെ ഡയറക്ടർ സിദ്ദീഖിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ അൻസാർ കഥ എഴുതണ്ടടാന്ന് പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ്, അല്ലെങ്കിൽ അവനൊരു കഥയില്ലാത്തവനാണ്. പിന്നെ നമ്മൾ ഈ ഓഡിയോ കാസറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അന്ന് ഒരാൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 500 രൂപ. അന്നൊക്കെ പ്രോഗ്രാമിന് കിട്ടുന്ന 100 രൂപയാണ്. അപ്പോൾ 500 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ടാണ്. അങ്ങനെ ആ സമയത്ത് 500-600 കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ കാസറ്റിന് ഭയങ്കര സെയിലാണ്. അപ്പോൾ ഈ VD രാജപ്പൻ്റെ ഓഡിയോ കാസറ്റ് എന്ന് പറഞ്ഞാൽ 20,000 രൂപ 25,000 രൂപയാണ് ഒരു കാസറ്റിന് ചാർജ് ചെയ്യുന്നത്. സാംബശിവൻ്റെ ഒക്കെ ഭയങ്കര റേറ്റാണ്. അവരത്രയും ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് സിദ്ദിഖും ലാലും സൈനദിനും കൂടെ ഒരു ഓഡിയോ കാസറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം അതിൻ്റെ മാസ്റ്ററും കൊണ്ട് പോവുക ഒരു പ്രശസ്തനായ ഒരു ഓഡിയോ കാസറ്റ് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത്. സൈനദിൻ പറഞ്ഞു, റേറ്റൊക്കെ ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ മിണ്ടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ 1000 രൂപ പ്രതീക്ഷിച്ചു. കാരണം 500ൻ്റെ ലെവലിലാണല്ലോ നിൽക്കുന്നത്. പുള്ളി പറഞ്ഞു 20,000 രൂപ എന്ന് പറഞ്ഞു. 20,000 രൂപ മാസ്റ്ററിന്. സൈനദിൻ പറഞ്ഞു, അപ്പോൾ ഉടനെ 20,000 രൂപ. പിന്നെ നിങ്ങളിപ്പോൾ 25,000 ഒക്കെ കൊടുത്ത് എടുക്കണല്ലേ, നമ്മുടെയും കാസറ്റ് അതുപോലെ പോണല്ലേ എന്ന് പറഞ്ഞു. ഇപ്പൊ മിമിക്രി എന്ന് പറയുന്നത് ആ സമയത്ത് വന്നിട്ട് ഇപ്പം അന്ന് എന്തിനാ ഇപ്പൊ 40-44 കൊല്ലം കഴിഞ്ഞിട്ട് ഇതൊരു കലയാണെന്ന് അംഗീകരിക്കാനോ എത്ര പാടുപെട്ടിട്ടാണ് നമ്മളിപ്പോ കേരള സംഗീത നാടക അക്കാദമി ഇത് കലയായിട്ട് അംഗീകരിച്ചിട്ടുള്ള പരിപാടി തുടങ്ങിയത്. അത് മാത്രമല്ല ഒരു നല്ല അസോസിയേഷൻ തുടങ്ങി. അതെ, സംഘടന തുടങ്ങി. അതാണ്, അതൊക്കെ നന്നായില്ലേ. അതെ, അസോസിയേഷൻ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താലും ഇതിനൊരു നല്ല ആർട്ട് ഫോം ആയിട്ട് അംഗീകരിച്ച് പുറത്തേക്ക് വരിക എന്നൊക്കെ പിന്നെ പറയുന്നത് ഗാനമേള, നാടകം എന്നൊക്കെ പറയുന്ന പോലെ മിമിക്സ് പരേഡ് എന്നൊരു ഒരു പരിപാടി, ഒരു ശാഖയായി മാറിയല്ലോ. രാജേട്ടാ, അപ്പോൾ ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. യാദൃശ്യമായിട്ട് വന്ന മുഖസാദൃശ്യം സൈനികയുമായിട്ട് ചേർന്നിട്ടാണ് ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പൊ ഇവിടെ കാണിക്കുന്ന ഒരു ഫോട്ടോയിൽ പോലും ഈ സയാമി സെക്രട്ടറികൾ നിങ്ങളെ ഒരു ഓട്ടോറിക്ഷ കയറ്റാൻ പാടുപെടുകയാണ്. ഇപ്പൊ നമ്മൾ ആ ഫോട്ടോ കാണുമ്പോഴാണ് ഇങ്ങനെ ഓട്ടോറിക്ഷ കയറുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, കയറ്റുന്നതായിട്ട് അല്ലേ? അതെ അതെ. അപ്പൊ അത്രയും ദിവസം ഒന്നിച്ച് അഭിനയിച്ച ഓർമ്മകൾ, നേരത്തെ നമ്മൾ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരുപാട് അധ്വാനിച്ച കായികാധ്വാനം വേണ്ടി വന്ന ഒരു സിനിമയായിരുന്നു. അതെ, അതിൽ ഒപ്പം അഭിനയിച്ച ആളാണ് സൈനിക. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവെക്കുന്നതിനായിട്ട് ഞങ്ങളോടൊപ്പം കൂടിയതിന്, സമയം മാറ്റിവെച്ചതിനെല്ലാം ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പിന്നെ ഇവരൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വേദി ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഏതോ ഒരു പടത്തിന് കോമ്പിനേഷൻ ഇല്ല, എന്തോ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പഞ്ചവർണ്ണ ഏതോ ഒരു പടം. എന്റെ പടത്തിന്റെ ലൊക്കേഷൻ ഇവൻ തന്നെയാണോ? അതെ അതെ. അങ്ങനെയല്ല, രമേശ് എനിക്ക് ഒരു ചാൻസ് തന്നു, ഒരു അവർ അഭിനയിക്കാൻ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കണില്ല, എന്റെ വേഷം വേറെ ആൾക്ക് കൊടുക്കുന്ന പറഞ്ഞു. ഞാൻ അത് മാറ്റി കൊടുത്തു. അല്ലേ, ശരിയല്ലേ? ഇവൻ സിനിമയിൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അറിയോ, ആദ്യം അഭിനയിക്കാൻ എന്റെ സിനിമയില വലത്തോട്ട് ഞാൻ അവരൊക്കെ അബദ്ധം മാത്രമേ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, എനിവേ താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ അടുക്കളയിൽ തടിയുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ മമ്മിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് ഡാഡി. അതെനിക്ക് ഓർമ്മ. ഈ പേസ്റ്റ് ഒക്കെ പിതുക്കി കളഞ്ഞിട്ടുണ്ടല്ലേ? നീളം നോക്കാൻ പുള്ളി ട്യൂബിൽ നിന്ന് എത്ര ദൂരം പുറത്തേക്ക് വരും അറിയാനായിട്ട്. ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് ഡാഡിയെ കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുമ്പോ ഞാൻ ഓരോ സൗണ്ട് MS തൃപ്പൂണിത്തുറ ജനാർദ്ദനൻ സൈനുദ്ദീൻ ഇങ്ങനെ അത് മോന്റെ അടുത്ത് ഞങ്ങളുടെ മോനാകുമ്പൊന്നും പറയൂല്ലോ. ആരോ ഒരാൾ, മമ്മി ഒരാളുടെ പേരൊന്നും പറയാനുള്ള, ഇങ്ങനെ വന്നിട്ട് എന്താണ് സൈനുദ്ദീനെ കല്യാണം കഴിഞ്ഞില്ലേ? ആളെ കല്യാണം കഴിഞ്ഞ്. ഇതാരാണ്? ഇതെന്റെ ഭാര്യ. അല്ല, അപ്പൊ കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ, അതാരാണ്? അത് നിന്റെ ഭാര്യ. ബാബു നമ്പൂരി ഡാഡി എടുത്തിരിക്കുകയാണ്. അപ്പൊ ഡാഡി എടുത്ത് ബാബു നമ്പൂരി, സൈനുദ്ദീനെ കഴിഞ്ഞ 2 പടത്തിന് ചെക്ക് എനിക്ക് മാറി കിട്ടിയിട്ടില്ല. അപ്പൊ ഡാഡി പറഞ്ഞു, അതിന് ഈ സൗണ്ടി പറഞ്ഞ ആര്യൊക്കെയാണ്? ഈ സൗണ്ടി പറഞ്ഞ